പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്ന വചനം, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് യേശു സക്കായിയോട് പറഞ്ഞ വചനമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വചനം ചിന്തിക്കുന്നത്. ഈ വചനം ചിന്തിക്കും പ്രാരംഭത്തിൽ ഞാൻ ഇവിടെ ദൂത് പറയാം. യേശു നിങ്ങളോടും പറയുന്നത്, ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ഭവനം അതിനുവേണ്ടി ഒരുക്കി കൊടുത്താൽ നിശ്ചയമായിട്ട് യേശു നിങ്ങളുടെ ഭവനത്തിൽ വരും, നിന്റെ കണ്ണുനീര് തുടയ്ക്കും. പ്രൈസ് ലോർഡ്. നിന്റെ ഹൃദയം ഒരുക്കി കൊടുത്താൽ യേശു നിന്റെ ഹൃദയത്തിൽ വരും, നിന്റെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളെ മാറ്റും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ പൂർണ്ണമായി കൊടുത്താൽ നിന്റെ ശാപങ്ങളെ മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട് കർത്താവിന് വേണ്ടി ഒരുക്കുമ്പോഴാണ് ദൈവം നിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകും, അതുകൊണ്ട് നീ വേഗം ഇറങ്ങി വാ. കർത്താവായ യേശു സക്കായിയോട് മെല്ലെ ഇറങ്ങി വാ, പതുക്കെ ഇറങ്ങി വാ, സൂക്ഷിച്ചിറങ്ങി വാ, വീഴാതിറങ്ങി വാ, കാല് തട്ടരുത്, കാല് വഴുതരുത്, ഞാനിവിടെ നിന്ന് താങ്ങിക്കോളാം എന്നൊക്കെയല്ല പറഞ്ഞത്. വേഗം ഇറങ്ങി വാ. എത്ര വേഗത്തിൽ കയറിയോ അത്രയും വേഗത്തിൽ ഇറങ്ങണം. നമ്മളൊക്കെ ആണെങ്കിൽ താഴെ നിന്ന് കൈയൊക്കെ ആമേലിയ കാണിച്ചു കൊടുക്കും, നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് കൈ ഉയർത്തി കൊടുക്കും, വീഴാതെ നമ്മൾ സഹായം ചെയ്തു കൊടുക്കും. പക്ഷെ യേശു അതല്ല ചെയ്തത്. സക്കായി, നീ എങ്ങനെ കയറിയോ അതുപോലെ വേഗം ഇറങ്ങി വാ. ഹല്ലേലൂയ എന്നാണ് യേശു പറയുന്നത്. അപ്പം വേഗം ഇറങ്ങി വാ എന്ന് യേശു പറയുക. കർത്താവിന്റെ വിളി താഴ്മയോടെ വിളിയുമുണ്ട്, താഴ്മയോടെയുള്ള വിളിയുമുണ്ട്. മാത്രമല്ല വേഗത്തിൽ ഇറങ്ങി വാ എന്നുള്ള വിളി അതിഗൗരവത്തോടെയുള്ള വിളിയുമുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മെ താഴ്മയോടെ വിളിക്കും, ഗൗരവത്തിലും വിളിക്കും. വേഗത്തിൽ ഇറങ്ങി വാ. ഈ ഗൗരവത്തിൽ വിളിക്കുക എന്ന് പറയുന്നത് നമ്മളോട് പിണക്കുണ്ടായിട്ടല്ല, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. തിടുക്കത്തോടു കൂടി ചെയ്യേണ്ടത് ആ സമയത്ത് ചെയ്യണം. പ്രൈസ് ലോർഡ്. അപ്പം നീ അഹങ്കാരത്തോടു കൂടി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നിൽക്കുവാൻ പാടില്ല. യേശു സക്കായിയോട് പറയും, നീ അഹങ്കാരത്തോടു കൂടി മുഷ്ടി ചുരുട്ടി നിൽക്കാൻ പാടില്ല, നിഗളിച്ച് നിൽക്കാൻ പാടില്ല. വേഗം ഇറങ്ങി വന്ന താഴ്മയോടെ എന്നെ നിന്റെ ഭവനത്തിലേക്ക് കൈക്കൊള്ളണം. പ്രൈസ് ലോർഡ്. അതാണ് അവിടെ പറയുന്നതിന്റെ ആ സാരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:1 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വാക്യം സക്കായിയോടുള്ള ബന്ധത്തിൽ വലിയ വളരെ യാഥാർത്ഥ്യമാണ്. യേശുവിനെ അന്വേഷിക്കാത്തവർക്ക് ഹല്ലേലൂയ യേശുവിനെ കണ്ടെത്താൻ സഹായമായി കർത്താവായ യേശുവിനെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച സക്കായിയുടെ ജീവിതത്തിന്റെ സ്ഥിതികൾക്കൊരു മാറ്റം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സുവിശേഷങ്ങളിൽ യേശു ക്ഷണിക്കപ്പെടാതെ സ്വയം ഒരു അതിഥിയായി വരുന്നത് ഇവിടെ മാത്രമാണ്. ഇവിടെ യേശുവിനെ ആരും ക്ഷണിച്ചിട്ട് വരുന്നില്ല, സ്വയം അതിഥിയായിട്ട് സക്കായിയുടെ വീട്ടിലേക്ക് വരിക. അത് ഇന്ന് പകരം വചനം കേൾക്കുന്ന സ്വനാളി, നിന്റെ ഭവനത്തിലേക്ക് നീ ക്ഷണിക്കപ്പെടാതെ തന്നെ സ്വയം അതിഥിയായി നിന്റെ ഭവനത്തിൽ നിന്നോടൊപ്പം വിരുന്ന് കഴിക്കുവാൻ യേശു വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിന്റെ ഭവനത്തെ അടിച്ചു വാരി അലങ്കരിക്കണം. നിന്റെ ഭവനം മുഴുവൻ മാറാമ്പൽ കെട്ടിക്കിടക്കുക, മാറാമ്പൽ വല പിടിച്ചു കിടക്കുക. വല പിടിച്ചു കിടക്കുന്ന, മാറാമ്പൽ പിടിച്ചു കിടക്കുന്ന ഭവനത്തെ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കണം. മാറാമ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം. ഹല്ലേലൂയ. ആ മാറാമ്പലിനകത്ത് ഈച്ചകളുണ്ട്. അങ്ങനെയുള്ള എല്ലാത്തിനെയും അടിച്ചു വാരി വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് നിന്റെ ഭവനത്തിനകത്ത് സകല അശുദ്ധിയും, നിന്റെ ഹൃദയത്തിലെ സകല അശുദ്ധിയും, മാറാമ്പൽ പോലെ നിന്റെ ഹൃദയം പലതിനെ കുറിച്ചും വിചാരപ്പെട്ടും മനകലങ്ങിയും ആമയും വല പിടിച്ചു കിടക്കുന്ന അനുഭവത്തെ മാറ്റി നീയും നിന്റെ കുടുംബവും യഥാസ്ഥാനപ്പെടണം. പ്രൈസ് ലോർഡ്. പല ഭവനങ്ങളും മാറാമ്പൽ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് യേശുവിന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല.
ഈ മാറാമ്പൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദുഷിച്ച സ്വഭാവങ്ങളാണ്, നിങ്ങളുടെ ദുഷിച്ച ജീവിതങ്ങളാണ്. ദൈവവചനം ആമേലി അനുശ്വാസിക്കാത്ത, ദൈവവചനത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവം അറയ്ക്കുന്ന പാപങ്ങളെല്ലാം ഭവനത്തിനകത്ത് മാറാമ്പൽ പിടിച്ചതുപോലെയാണ്. അതുകൊണ്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാൽ യേശു ഒരു അതിഥിയായി നിന്റെ ഭവനത്തിലെത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇവിടെ യേശുവിനെ കണ്ടെത്താകുന്നവരുടെ ചിന്താഗതി മാറുന്നതിന്റെ ഒരു ഉദാഹരണമാണ് സക്കായിയുടെ ഈ ജീവിതം, സക്കായിയുള്ള പ്രഖ്യാപനം. ഹല്ലേലൂയ. യേശുവിനെ കണ്ടെത്തുന്നവരുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വരും. നീ എപ്പോൾ യേശുവിനെ കണ്ടുമുട്ടുന്നോ അപ്പോൾ നിന്റെ ചിന്താഗതി മാറും. നീ എപ്പോൾ യേശുവിനെ കണ്ടുമുട്ടുന്നോ അപ്പോൾ നിന്റെ ഭവനത്തിന് സ്ഥിതി മാറും. എപ്പോൾ നീ യേശുവിനെ കണ്ടുമുട്ടുന്നോ അപ്പോൾ നിന്റെ കുടുംബത്തിൽ വെളിച്ചം പ്രകാശിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നിന്റെ ഭവനത്തിനൊക്കെ തിരുളാണ്, ഇരുളിന്റെ ശക്തികൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അധാർമികതയുടെ അനുഭവങ്ങളാണ്, അശുദ്ധിയുടെ ദുർഗന്ധത്തിന്റെ പെരുമാറ്റങ്ങളാണ്. ആ അനുഭവത്തിൽ നീ പുറത്തു വരണം. രക്തം ചെയ്യാം. അത് നിന്റെ കുടുംബത്തെ യേശുവിന് ആവശ്യമാണ്. നിന്റെ ഭവനത്തെ ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തികൾക്കും അശുദ്ധിക്കുമല്ല ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഭവനം തന്നവൻ യേശുവ, ഭവനം പണിയവൻ അവസരം തന്നവൻ യേശുവ. ആ ഭവനത്തിനകത്ത് യേശു വേണം വസിക്കുവാൻ. മാലിന്യങ്ങളെ എല്ലാം വലിച്ചെടുത്ത് പൗലോസ് പറഞ്ഞ ചപ്പും ചവറും എന്നെ വലിച്ചെറിയണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ അനേകം വലിയ സ്വതം ഇന്ത്യയിലെ അനേക ജനത്തിന്റെ ചിന്ത എന്താണ്? അല്ലെങ്കിൽ ഞങ്ങൾ താഴ്ന്ന ജാതിയിലുള്ള ജനങ്ങളാണ് ക്രിസ്ത്യ മാർഗത്തിൽ ചേരുന്നത്, എങ്ങനെ ഞങ്ങളെ അവർ അംഗീകരിക്കുമോ? യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? ഞങ്ങൾ അവരോടൊപ്പം ചെല്ലുവാനുള്ള, ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള അന്തസ്സ് ഞങ്ങൾക്കുണ്ടോ? അതിനുള്ള പാരമ്പര്യം ഞങ്ങൾക്കുണ്ടോ? കഴിവുണ്ടോ? പ്രാപ്തിയുണ്ടോ? അതിനുള്ള നിറം സൗന്ദര്യമുണ്ടോ എന്നൊക്കെ ഓർത്ത് പലരും ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. പലരും നമ്മോട് പറഞ്ഞു പോകാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം സക്കായിയുടെ ഈ യശസ്സും അന്തസ്സും പാരമ്പര്യവും കുടുംബവും മഹിമയും ഒന്നും നോക്കിയിട്ടല്ല അവന്റെ ഭവനത്തിന് യേശു അതിഥിയായി കടന്നു വന്നത്. അതുകൊണ്ട് നിങ്ങളെ കഴിവോ പ്രാപ്തിയോ ഒന്നും നോക്കിയല്ല. നിങ്ങൾ ഒരുപക്ഷെ ജാതിയിൽ വലിയവനായിരിക്കാം, ജാതിയിൽ കുറഞ്ഞവനായിരിക്കാം, ആരുമായിരിക്കട്ടെ, നിങ്ങളെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. നീ മനസ്സോടെ നിന്റെ ഹൃദയം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുന്നത് ഉന്നതന്മാരുടെ വീടുകൾ നോക്കിയല്ല, വലിയ വലിയ വീടുകളും സൗധങ്ങളും കൊട്ടാരങ്ങളും നോക്കിയല്ല എന്റെ സുവിശേഷീകരണം. ഞാൻ സുവിശേഷം പറയുന്നത് വഴിയിൽ യാത്ര ചെയ്യുന്നവർ തൊട്ട്, യാചകർ തൊട്ട്, വഴിയിൽ ഇരുസൈഡിലും നിന്ന് ബിസിനസ് ചെയ്യുന്നവർ തൊട്ട് ഞാൻ അവരോട് സുവിശേഷം പറയും. ഞാൻ അവരോട് സഹകരിക്കും, അവരുടെ ഇരിക്കും, അവരോട് പോയി സംസാരിക്കും. അതെനിക്കൊരു കുറച്ചിലായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാനും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. അതിന്റെ നടുവിലാണ് സുവിശേഷം എന്ന് പറയുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ വന്നതും യേശു ഒരു അതിഥിയായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുറഞ്ഞവനല്ല. നിങ്ങൾ സ്വയം ബലഹീനെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സക്കായിക്ക് പണമുണ്ട്, ചുങ്കക്കാരി പ്രമാണിയ ധനവാന, ആ ദേശത്തിലെ എരിഹോവിന്റെ ടാക്സ് കമ്മീഷണർ. പക്ഷെ അവൻ ആളിൽ കുറിയവന, സൗന്ദര്യം കൊണ്ട് കുറവുള്ളവനാണെങ്കിലും യേശുക്രിസ്തുവിന്റെ നോട്ടത്തിൽ അവൻ സുന്ദരനാണ്. പ്രൈസലോട്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ശ്രോതാവേ, ലോകം നിന്നെ സുന്ദരനല്ലെന്നൊക്കെ പറഞ്ഞ്, സുന്ദരിയല്ലെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാലും, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും, യേശു നിന്നെ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. പാപം മുഖാന്തരം നീ ദൈവത്തിന് അകന്നുപോയി, തേജസ് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ, ആദാമിൽ കൂടെ നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിലെ സൗന്ദര്യത്തെ യേശു തിരിച്ചു നൽകിയ. ഹല്ലേലൂയ. സ്വർഗത്തിൽ അമലരിയ സക്കായിയെ പോലെ ആളിൽ കുറിയവരില്ല, അവിടെ എല്ലാവരും പൂർണ്ണരാണ്. രക്തം ചെയ്യും. ഇവിടെ ജനത്തിന്റെ ചിന്താഗതി മാറണം. ചില ആളുകൾ പറയും, ഞങ്ങൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നാൽ, പെന്തക്കോസ്തിലേക്ക് വന്നാൽ ഞങ്ങളുടെ യശസ് കുറഞ്ഞു പോകും, ഞങ്ങളുടെ അന്തസ് കുറഞ്ഞു പോകും, ഞങ്ങൾക്ക് നാണം കേടാ എന്ന് പറഞ്ഞൊഴിയുന്നവരുണ്ട്. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, പെന്തക്കോസ്തിലേക്ക് വന്നാൽ, പെന്തക്കോസ്ത് മതമല്ല, പെന്തക്കോസ്ത് മാർഗമാണ്, അനുഭവമാണ്. ഈ അനുഭവത്തിലേക്ക് വന്നാൽ നിന്റെ അഭിമാനം വർദ്ധിക്കും, എന്റെ അന്തസ് വർദ്ധിക്കും. ഹല്ലേലൂയ. ഇതിനാൽ ഭൂമിയിൽ നിന്റെ ജീവിതത്തിൽ രക്ഷിപ്പിന്റെ സന്തോഷവും നിത്യതയുടെ സന്തോഷവും സ്വർഗരാജ്യത്തിന്റെ സന്തോഷവും നിനക്ക് ലഭ്യമാവും. ഹല്ലേലൂയ.
അപ്പൊ യേശു നിന്റെ കുടുംബത്തിൽ വന്നാൽ നിന്റെ കുടുംബത്തിന് രക്ഷയാകും. ഹല്ലേലൂയ. രക്ഷ തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. വിശുദ്ധ വേദപുസ്തകം പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 4:12 വായിക്കുമ്പോൾ, മറ്റൊരുത്തിന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന് മാത്രമേ നിന്റെ കുടുംബത്തെയും അധമ പാതാളത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, ആഭിചാര മന്ത്രവാദ കൂടോത്ര ക്ഷുദ്ര ശക്തികളുടെ കയ്യിൽ നിന്ന്, ആമീൻ, ദേശത്തിന്റെ പൂരിൽ നിന്ന്, മനുഷ്യകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളും അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന ഒന്നടങ്കം നിന്നെയും നിന്റെ കുടുംബത്തെയും ആമീൻ താഴ്ത്തിക്കളയാൻ ശ്രമിക്കുമ്പോൾ, ചവിട്ടി താഴ്ത്താൻ ആഗ്രഹിക്കുമ്പോൾ, പിശാച് അതിനുവേണ്ടി എല്ലാ തന്ത്രങ്ങളും ഓരോ വ്യക്തികളുടെ പ്രവർത്തിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ നന്മയെ ഉയർത്തുവാൻ, നിനക്ക് നഷ്ടപ്പെട്ട ജോലി മടക്കി തരുവാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നീ, ജോലിയില്ലാതെ സങ്കടപ്പെടുന്ന നീ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ടും ജോലി കിട്ടാതെ മാനസികമായി ഭാരപ്പെടുന്ന സഹോദരാവേ, സഹോദര സഹോദരി, ഇന്ന് പകൽ യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുക. നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുത്ത് യേശുവിനെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി സ്വീകരിക്കുമ്പോൾ ദേശത്തിന്റെ സകല പോരിൽ ദൈവം നിന്നെ വിടിവിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ചിലരുടെയൊക്കെ ദൈവത്തിന്റെ ദൂത് പറയുന്നത്, ദൈവം ശക്തമായി ഇടപെടുന്നത് നിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഹോശേയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. അതെ, ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. ഇന്നലകളിലെ നിന്റെ സാഹചര്യത്തെ, ഇന്നലകളിലെ നിന്റെ വേദനയെ, ഇന്നലകളിലെ നിന്റെ ദുഃഖത്തെ, കണ്ണുനീരിനെ മാറ്റി ആമീൻ, നിനക്ക് നഷ്ടമായതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ ഹല്ലേലൂയ ദൈവം നിനക്ക് തരാൻ പോയ വലിയ കൊയ്ത്തിന്റെ അനുഭവം ദൈവം തരാൻ പോകുന്നത്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുലം നോക്കാതെ, ഗോത്രം നോക്കാതെ, ജാതി നോക്കാതെ, നിങ്ങളുടെ സാഹചര്യം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ നിങ്ങൾ ദൈവസ്ഥലേക്ക് കടന്നു വരുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമീൻ, ചുങ്കക്കാരുടെയും തലവനായിരിക്കാൻ സക്കായി, എന്നാൽ ആമീൻ സ്തോത്രം, അവൻ യേശുവിനോട് തന്റെ ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ, ഭവനം വിട്ടുകൊടുത്തപ്പോൾ അവന്റെ സ്ഥിതിഗതികൾ മുഴുവൻ മാറി. നിന്നെ ദൈവത്തിന് താഴ്ത്താം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിനെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പാപിയായ മനുഷ്യരോടുകൂടെ ദൈവം പാർക്കുമോ എന്ന് ചോദിച്ചാൽ, പാപിയായ മനുഷ്യൻ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ സ്വയം താഴ്ത്തി കൊടുക്കുമ്പോൾ, സക്കായിയെ പോലെ ജീവിതം നീ ഒരുക്കി കൊടുക്കുമ്പോൾ, ആമീൻ, നിന്റെ ഭവനത്തിലും യേശു വസിക്കും. യേശു ഇവിടുത്തെ ഉന്നതന്മാരുടെ, കോടീശ്വരന്മാരുടെ ഭവനത്തിൽ അല്ല വസിക്കുന്നത്, നിന്റെ ഹൃദയത്തിലാണ്. നീയാണ് ദൈവത്തിന്റെ മന്ദിരം. യേശു സക്കായിയെ ദൈവത്തിന്റെ മന്ദിരമായി തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ ആലയമായി തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ ഭവനമായി തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു. ആമീൻ. ദൈവത്തിന് ആമേലിയ തന്റെ വചനത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി, തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി യേശു സക്കായിയെ തിരഞ്ഞെടുത്തു. അതെ, നിന്നെയും ദൈവത്തിന്റെ മന്ദിരമായി, ആലയമായി, വാസസ്ഥലമായി, ഭവനമായി, ആമീൻ, ദൈവത്തിന്റെ കൃഷിയിടമായി, ഹല്ലേലൂയ, അവൻ നിന്റെ ഭവനത്തെയും വേർതിരിക്കുക. രക്തം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ശ്രോതാവേ? നിന്റെ കണ്ണുനീര് മുഴുവൻ മാറും. ചില പറയും, എൻ്റെ കുടുംബത്തിന് ഭയങ്കര ശാപമാ, എൻ്റെ കുടുംബത്തിന് ഭയങ്കര വേതനമാ, എൻ്റെ മക്കൾക്ക് ഭയങ്കര വേതനമാ, ഒരു സ്വസ്ഥതയില്ല, ഒരു കണ്ണുനീരുമില്ല, പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചു, പല സ്ഥലത്തും പോയി, എന്നിട്ടൊന്നും ഒരു മറുപടിയില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വിടുതൽ നിനക്ക് ലഭിക്കാത്തത്? ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഭവനത്തിനകത്തെ മാറാമ്പരിപ്പുള്ള പാപത്തിന്റെ സ്വഭാവങ്ങളിൽ നീക്കിക്കളയാതെ നീ എവിടെല്ലാം പോയി മുട്ടിയാലും ഹല്ലേലൂയ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അശുദ്ധിയെ തുടച്ചു മാറ്റണം, വിശുദ്ധിയെ ജീവിതത്തിൽ തികയ്ക്കണം. അശുദ്ധി വസിക്കുന്നിടത്ത് ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം വിശുദ്ധനാ. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധനായിരിക്കുമെന്ന് 1 പത്രോസ് ലേഖനം 1:16 വായിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം വിശുദ്ധനാ. അത് സക്കായിയുടെ ഭവനത്തെ അടിച്ചുമാരി അലങ്കരിച്ച് മാറാമ്പിൽ തട്ടി അവന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ മാറ്റി അവൻ യേശുവിനെ ഒരു അതിഥിയായി അവന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭവനം വെടിപ്പായി. രക്തം ചെയ്യും. അത് നിന്റെ ഭവനത്തെ വെടിപ്പാക്കിയെടുക്കുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നീ നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. നീ നിന്റെ മക്കളും നിന്റെ ഭാര്യ ഭർത്താവ് ഒന്നിച്ചുകൂടി ദൈവത്തിന് പ്രാർത്ഥിക്ക്. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു പാപിക്ക് വേണ്ടി ഇറങ്ങി വന്നവനാ ദൈവം.
ഒരു പാപിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പാപിയെ തേടി എരിഹോവിലേക്ക് വന്നവനാ ദൈവം. ഹല്ലേലൂയ. അർത്ഥപ്രാണനായ മനുഷ്യനെ തേടി എരിഹോവിലേക്ക് വന്നവനാ ദൈവം. ഒരു പാപിയായ ചുങ്കക്കാരന് വേണ്ടി യേശു എരിഹോവിൽ വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പാപിയായ നിന്നെ തേടി നിന്റെ അരികിലേക്ക് വരുന്നവനാ യേശു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ പാപ സ്വഭാവങ്ങളെ നീക്കുവാൻ കഴിയണം. നിങ്ങൾ പറയും എനിക്ക് പാപമില്ല. പാപമില്ല എന്ന് പറയും നീയാണ് ഏറ്റവും വലിയ കള്ളൻ. മനുഷ്യനാണെങ്കിൽ പാപമുണ്ട്, മനുഷ്യ ജീവിതത്തിൽ കളവുകളുണ്ട്, മനുഷ്യ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളുണ്ട്, രഹസ്യ പാപങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്, സ്വമേധ പാപങ്ങളുണ്ട്. നിന്റെ നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും കൊടുക്കലും വാങ്ങലും നിരൂപണത്തിലും ഭവനത്തിനകത്തും പുറത്തും കൊടുക്കലും വാങ്ങലും നിന്റെ ജോലി സ്ഥലത്തും ഭാര്യഭർത്തം ജീവിതത്തിൽ ഭാര്യഭർത്തും മക്കൾ കുടുംബ ജീവിതത്തിൽ കൂട്ടുബന്ധങ്ങൾക്കകത്ത് കുറവുകളുണ്ട്. നിന്റെ സകല കുറവുകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവന്റെ ശുദ്ധരക്തത്താൽ കാൽവറിയിൽ നിനക്ക് വേണ്ടി ഒഴുകപ്പെട്ട അവസാന തുള്ളി രക്തം കൊണ്ട് നിന്നെ കഴുകി വെടിപ്പാക്കി നീ യേശുവിന് കൊടുക്കുമ്പോൾ രക്തം ചെയ്യാം. സക്കായിയുടെ ഭവനം ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ നിന്റെ കുടുംബം ശുദ്ധീകരിക്കപ്പെടും. അത് യേശു നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. നിനക്കാഗ്രഹമുണ്ടോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, യുവതി യുവക്കന്മാരോട്ടെ, യേശു നിന്നെ പാർക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് യേശു പാർക്കാനാണോ ആഗ്രഹം? അത് ഈ ലോകത്തിലെ ചലച്ചിത്രമേ നടന്മാര് പാർക്കാനാണോ? ചലച്ചിത്ര നടികൾ പാർക്കാനാണോ ആഗ്രഹം? നമുക്കറിയാം, അവരൊന്നൊരു മാതൃകയില്ല. ഇവിടുത്തെ ചലച്ചിത്ര മാധ്യമ മീഡിയ നിലനിൽക്കുന്ന ഒരു മാതൃകയല്ല. എല്ലാ മേഖല ആശുപത്രി കൊണ്ട് അറിയപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മയക്കുമരുന്ന് രോഗികൾക്കും ഇവിടുത്തെ ലഹരി പദാർത്ഥ രോഗികൾക്കുമാണോ നിന്റെ ഭവനം തുറന്നിരിക്കുന്നത്? അധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ടാണോ നിന്റെ ഭവനം തുറന്നിരിക്കുന്നത്? അതുകൊണ്ട് നിന്റെ ഭവനത്തിനകത്ത് യേശു വസിപ്പാൻ നീ യേശുവിന് വിട്ടുകൊടുക്കുവോ, അതോ ഈ ലോകത്തിന്റെ ചെടികങ്ങൾക്ക് വിട്ടുകൊടുക്കുവോ? ലോകത്തിന്റെ ജഡികതയാണ് നീ ആഗ്രഹിക്കുന്നത്, അത് സാത്താനാൽ വരുന്നതാണ്. എന്നാൽ യേശുവിന് വേണ്ടിയാണ് നിന്റെ ഭവനം ഒരുക്കുന്നെങ്കിൽ അവിടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും. 118 സങ്കീർത്തനം 15 വാക്യം വായിക്കുന്ന പോലെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അത് സക്കായി യേശുവിനെ അറിഞ്ഞപ്പോൾ, സക്കായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതുവരെ ഇല്ലാതിരുന്നൊരു സന്തോഷം സക്കായിയുടെ ഭവനത്തിലേക്ക് വന്നു. എങ്ങനെ? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം സക്കായിയുടെ ഭവനത്തിലും അവന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ ഒന്നിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവൻ എത്രമാത്രം സന്തോഷിച്ച് കാണും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ യേശുവിന് വിട്ടുകൊടുക്കണം. കർത്താവിനെ കൂടാതെയുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് നരകമാണ് പ്രിയരെ. യേശുവിനെ കൂടാതെയുള്ള ജീവിതം നരകമാണ്. എന്നാൽ യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്റെ കുടുംബം സ്വർഗമാണ്. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ നിന്റെ ജീവിതം, നിന്റെ ഭവനം പാപത്തിലാണെങ്കിൽ അവിടെ നരക തുല്യമായ അനുഭവം സാത്താന്റെ ദൂതന്മാരുമായിരിക്കും. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം സമർപ്പിച്ചു കൊടുത്ത് ഭവനം വിശുദ്ധമായി ഏൽപ്പിച്ചു കൊടുത്ത് പാപത്തെ അടിച്ചു പുറത്താക്കി പാപ സ്വഭാവങ്ങളെ നീക്കി മാറാമ്പലുകളെ മുഴുവൻ അടിച്ചു മാറി വൃത്തിയാക്കി കർത്താവിന്റെ കുടുംബത്തിനകത്ത് ക്ഷേത്രമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് സ്വർഗം വരും. സ്വർഗത്തിന്റെ അനുഭവം, ദൈവിക ദൂതന്മാർ അവിടെ വസിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. അവിടെ വെളിച്ചം അണഞ്ഞു പോകുന്നില്ല, കണ്ണുനീര് മാറും, ശാപം മാറിപ്പോകും. എൻ്റെ കുടുംബം മറ്റുള്ളവർക്ക് മാതൃകയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വേറൊരു ചുങ്കക്കാരൻ പാപക്ഷമ പ്രാപിക്കുന്നതിന് വേണ്ടി എത്രമാത്രം ദൈവത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുവെന്ന് അതും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 9 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തങ്ങൾ നീതിമാന്മാരെ ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവരുടെ ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും, വാങ്ങും, നേടുന്നതൊക്കെ ദശാംശം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പരീശന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അവൻ തന്റെ സ്വയത്വത്തെ മുഴുവൻ പ്രകടമാക്കുക, സ്വയത്വത്തെ മുഴുവൻ പറയുക. എന്നിട്ടും പറയുക, ഈ ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട്
ചുങ്കക്കാരനത് ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ ആമീൻ മാറത്തടിച്ച് ദൈവമേ പാപിയാ എന്നോട് കരുണ തോന്നണമേ, കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ തന്നെത്താൻ മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഉയർത്തപ്പെടും. അല്ലെ, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അല്ലെങ്കിൽ എന്നാൽ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നതെല്ലാം ഉയർത്തപ്പെടും. അപ്പൊ ഈ പരിശ്രമം, ഞാൻ ആ ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും കറക്റ്റാ എന്ന് പറഞ്ഞ് ചിലരുണ്ട്. ഞാൻ എല്ലാത്തിലും കറക്റ്റാ, ഒന്നിലും ഞാൻ കുറവല്ല, എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പരീക്ഷനെ പോലെയുള്ള അനവധി പരീക്ഷന്മാർ ദൈവസഭയ്ക്കകത്ത് ക്രൈസ്തവ സമൂഹത്തിൽ ലോക മനുഷ്യരിലുണ്ട്. അവൻ പറയും ഈ ചുങ്കക്കാരനെ പോലെയല്ല. എന്നാൽ ചുങ്കക്കാരൻ ഈ സ്വർഗത്തേക്ക് പോലും നോക്കാൻ തുനിയാതെ അവൻ നിലവിളിച്ചു കരയുക, കർത്താവേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ. അതെ, ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ ചുങ്കക്കാരന് ദൈവം നീതി കൊടുത്തു. അതെ, അവന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും മാറി. സക്കായി എന്ന് പറഞ്ഞ ചുങ്കക്കാരന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറിയതുപോലെ ഇവിടെ ചുങ്കക്കാരന്റെ സ്ഥിതിക്ക് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ പരീക്ഷന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ അവിടെ കാണുന്നത്. പരീക്ഷന്മാർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ക്രമമായി ദൈവാലയത്തിൽ ചെന്ന് ഉറക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നത് പരീക്ഷൻ കണ്ടു. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥന ചുങ്കക്കാരൻ കേൾക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടിയായിരുന്നു അത്. സ്തോത്രം. യഹൂദൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുമായിരുന്നു, എന്നെ ഒരു പുറജാതിക്കാരനായി സൃഷ്ടിക്കാത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് പറയും, എന്നെ ഒരു പുറജാതിക്കാരനായി അവൻ സൃഷ്ടിക്കാതെ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവൻ അഭിമാനം കൊള്ളുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ്റെ കർത്താവ് ഞാൻ പാപിയായ മനുഷ്യനാ. അത് എന്നെ കേൾക്കുന്നവർ നീ സ്വയം പുകഴ്ത്താതെ, നിഗളിക്കാതെ, അഹങ്കരിക്കാതെ ഈ ചുങ്കക്കാരനെ പോലെ നീ എന്നെ താഴ്ത്തുന്നെങ്കിൽ അത് ദൈവം നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ നീതീകരിക്കും, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ഹല്ലേലൂയ, ഒരു അജ്ഞാനിയായി സൃഷ്ടിക്കപ്പെടാത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഒരു സ്ത്രീയായി എന്നെ സൃഷ്ടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ പരീക്ഷ പറയാണ്, ഒരു അജ്ഞാനിയായി ഒരു സ്ത്രീയായി എന്നെ സൃഷ്ടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഒരു റബിയുടെ പ്രാർത്ഥന ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലോകത്തിൽ 2 നീതിമാന്മാരുണ്ടെങ്കിൽ അവർ ഞാനും എന്റെ മകനുമാണെന്ന്. പണ്ട് റബി രേഖപ്പെടുത്തിയ ലോകത്തിൽ 2 നീതിമാന്മാരുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് മകനുമാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഞാനാണ്. വാസ്തവത്തിൽ പരീശൻ പ്രാർത്ഥിക്കുകയല്ല, അവനാണ് നല്ലവനെന്ന് ദൈവത്തെ അറിയിക്കുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ അവൻ നല്ലവനാണെന്നല്ല പറഞ്ഞത്, ഞാൻ പാപിയായ മനുഷ്യനാണ്. ഹല്ലേലൂയ. അതെ, ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, ഒരു പാപിയായ മനുഷ്യന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, ഒരു പാപിയായ മനുഷ്യന്റെ ജീവിതം അറിയാമല്ലോ. നീ ഒരു പാപിയല്ലേ? പാപിയായ നിന്റെ അവസ്ഥ നിനക്കറിയാമെങ്കിൽ, അതിനെക്കുറിച്ച് നിനക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ നീതീകരിക്കാതെ നിന്റെ കുറവുകളെ കുറിച്ച് ഏറ്റു പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, മൂടുപടലം പോലെ പുകപടലം പോലെ കാർമേഘ ഇരുണ്ടുകൂടി കിടക്കുന്നത് പോലെ നിന്റെ ജീവിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവനത്ത് വെളിച്ചം വീശാൻ പോവുക. കാർമേഘ പടലത്തെ മാറ്റുവാൻ, മൂടുപടലത്തെ മാറ്റുവാൻ, ഇരുണ്ട അനുഭവത്തെ മാറ്റി നിന്റെ ഭവനത്തിനകത്ത് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു വരാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിനകത്ത് അതിഥിയായി വന്നു കഴിയുമ്പോൾ അവിടുത്തെ കാർമേഘ പടലങ്ങളെല്ലാം മാറിപ്പോകും. അല്ലെങ്കിൽ പിന്നെ വെളിച്ചമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം കേട്ടോ. രക്തം ചെയ്യാം. നീ ഒരു മദ്യപാനിയാണോ, നീ ഒരു ലഹരിക്ക് അടിമയാണോ, ഒരു വെറുപ്പുത്തുകാരനാണ്, ചൂതാട്ടക്കാരനോ, അശ്ലീലമായ ജീവിതം നയിക്കുന്നവരാണോ, അശ്ലീല മാർഗം അന്വേഷിച്ച നീ ഒരു ബ്ലേഡ് കമ്പനി നടത്തുന്നവനാണോ, കൊള്ള പലിശക്കാരനാണോ, ജീവിതത്തിൽ നീ ഏത് പാപ സ്വഭാവത്തിൽ ജീവിക്കുന്നവനായിരുന്നാലും നീ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹൃദയം തുറന്ന് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്നോട് ദൈവം ക്ഷമിക്കും. ഹല്ലേലൂയ. അതുതന്നെയാണ് ചുങ്കക്കാരനായിരിക്കുന്ന സക്കായി ചെയ്തത്. അവൻ പറയുക, സ്തോത്രം, കർത്താവ് പറയുക, കർത്താവ് എന്റെ വസ്തുവകിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അതെ, അവന്റെ കുറവുകൾ മുഴുവൻ അവനേറ്റ് പറയുക.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്രോതാവേ, ഞാൻ കർത്താവാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിന്റെ സന്നിധി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞു. ഞാൻ പലരോട് ക്ഷമ ചോദിച്ചു, പലരോട് മാപ്പ് പറഞ്ഞു. കർത്താവെ, അറിയായ്മയുടെ കാലത്ത് അനവധി തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപ സ്വഭാവങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് തിരുത്തുവാൻ ലോകത്തിന് കഴിയത്തില്ല, ലോകത്തിന്റെ നന്നാക്കാൻ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. എൻ്റെ പാപത്തെ മറച്ച് അവിടുത്തെ രക്തം കൊണ്ട് കഴുകുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾക്ക് ഓർക്കുമ്പോൾ കർത്താവ് പറയും, കർത്താവെ, മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെല്ലാം പോക്കി എന്നെ ശുദ്ധീകരിക്കണമെന്ന്. കലിതാപമാണ് ഇവിടെ ആവശ്യം, പശ്ചാത്താപമാണ് ആവശ്യം, യേശുവിന്റെ സ്നേഹമാണ് നമുക്ക് ആവശ്യം. ലോക സ്നേഹം നമുക്ക് വേണ്ട പ്രിയരെ, യേശുവിന്റെ സ്നേഹമാണ്. ലോകത്തിന്റെ ഫ്രണ്ട്സിനെ നീ കൂട്ടിക്കൊണ്ട് നടന്നാൽ അവർ നിന്നെ ചതിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എത്ര ഫ്രണ്ട്സ് നിനക്കുണ്ടായിരുന്നു, അവരെല്ലാം നിന്റെ ചങ്കായിരുന്നാലും കറലായിരുന്നാലും അവർ നിന്നെ ചതിക്കും, ചതിവിലകപ്പെടുത്തും. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഫ്രണ്ടാണെങ്കിൽ അവൻ ഒരിക്കലും നിന്നെ ചതിവിലകപ്പെടുത്തത്തില്ല, നിന്നെ വഞ്ചനയിൽ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ നാശത്തിലേക്ക് തള്ളിയിടത്തില്ല. അവൻ നമ്മെ നാശത്തിന് വിടുവിക്കുന്നവനാ. അതുകൊണ്ടാണ് 40-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കിട്ടു. അത് യേശു എങ്ങനെന്നുള്ളവന് കാണുവാൻ ആമൻ ആഗ്രഹിച്ച് കാട്ടത്തിമേൽ കയറിയ സക്കായിയെ യേശു കണ്ടില്ലേ? ആമൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവനെ കയറ്റി ക്രിസ്തു എന്ന പാറമയിൽ നിർത്തി. അത് സക്കായിയുടെ ജീവിതം നാശകരമായി കുഴി കുഴഞ്ഞ ചിതറിന്റെ അനുഭവമായിരുന്നു. അതിൽ നിന്ന് അവനെ കയറ്റിയെന്ന്, ആ കുഴിയിൽ നിന്ന്, ആ നാശകരമായി കുഴഞ്ഞ ചേറ്റിൽ കയറ്റി ക്രിസ്തു എന്ന പാറമയെ നിർത്തി. ഹല്ലേലൂയ. അവന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവന്റെ വായിൽ പുതിയൊരു പാട്ട് കൊടുത്തു. പലരും അത് കണ്ട് ഭയപ്പെട്ടു. ഹല്ലേലൂയ. 40 സംഘം 1, 2, 3 വാക്യങ്ങൾ വായിച്ചു നോക്കിയാട്ട് നിന്റെ ജീവിതത്തോട് അനുബന്ധമായ വാക്യങ്ങളാ. ഞാൻ വിശ്വാസത്തെ കടന്ന് ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിലെ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. വാചനവന്റെ ഹൃദയത്തോട് ഇടപെട്ടപ്പോൾ ഞാൻ ദൈവത്തിന്റെ ഒരുപാട് വീണിട്ടുണ്ട്. കർത്താവേ, പാപിയായ എന്നോട് ക്ഷമിക്കണമേ. എന്റെ കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് എന്റെ പാപം ക്ഷമിച്ചു. നീ പാപിയല്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങൾ വരുമ്പോൾ ഞാൻ യേശുവിന്റെ ഏറ്റുപറയും. എന്നാൽ ചിലരിന്നും പ്രാർത്ഥിക്കുന്ന പാപികളായ നമ്മളോട് കരുണ ഉണ്ടാകണമെന്ന, ചിലരെല്ലാ കാലത്തും പാപികളായി നമ്മളോട് കരുണ ഉണ്ടാകണമേ. എന്റെ സഹോദരൻ, എന്റെ സഹോദരി, നീ എന്നും പാപിയായിട്ട് ജീവിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? വീണ്ടെടുപ്പ് നിനക്ക് ആവശ്യമില്ലേ? രക്ഷ നിനക്ക് ആവശ്യമില്ലേ? എന്നും പാപികളായ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അല്ലേ സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും, സന്തോഷം കിട്ടും. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വാ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ. ആമേ, വേഗം ഇറങ്ങി വാ. അതെ, കർത്താവിന്റെ കാര്യം അവസരോചിതമായി പെട്ടെന്ന് ചെയ്യണം. ദൈവത്തിന് കൊടുക്കാനുള്ളത്, ദൈവത്തിനോട് ചെയ്യുവാനുള്ളതെല്ലാം തക്ക സമയത്ത് അവസരോചിതമായി പെട്ടെന്ന് ചെയ്യണം. കാലതാമസം വെക്കരുത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ, കർത്താവിന്റെ വചനം കേട്ടിട്ടും നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ കുറച്ചുകൂടെ കഴിയിട്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന വ്യക്തി, ചില കർത്താവിനെ രക്ഷിതാവിനെ സ്വീകരിച്ചിട്ട് ആരാധനയ്ക്ക് വരത്തില്ല, പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, അടുത്ത ആഴ്ച പോകാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം, ചിലരോട് സ്നാനപ്പെടാൻ പറഞ്ഞാൽ അത് ചെയ്യത്തില്ല. എന്നാൽ അങ്ങനെയൊക്കെ കർത്താവിന്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടെന്ന് യിരെമ്യാ പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ്. ആമി സ്തോത്രം. ഹല്ലേലൂയ. ആമി പീലിപ്പോസ് തേരിൽ കയറിയിരുന്ന ശമനോട് സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ. ശമനോട് സുവിശേഷം അറിയിച്ച് 2 പേരും തേരിൽ യാത്ര ചെയ്ത് വെള്ളമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ആമി ശമനൻ പീലിപ്പോസിന് പറഞ്ഞു, വെള്ളം ഇതാ, എനിക്ക് സ്നാനപ്പെടണം. ഹല്ലേലൂയ. അതെ, സ്തോത്രം. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക. വേണമെങ്കിൽ ശമന് പറയാമായിരുന്നു, ഞാൻ എൻ്റെ നാട്ടിൽ എത്യോപ്യ ചെന്നിട്ട് ഞാൻ സ്നാനപ്പെട്ടോളാം, അവിടെ ആരെങ്കിലുമൊക്കെ എന്നെ സ്നാനപ്പെടുത്താൻ കാണും എന്നൊക്കെ പറഞ്ഞ മനുഷ്യർ പോകാമായിരുന്നു. പക്ഷേ അവൻ വെള്ളമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഹല്ലേലൂയ, അവൻ വെള്ളത്തിൽ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അങ്ങനെ പീലിപ്പോസും ഹല്ലേലൂയ അവന്റെ ശമനയും കൂടെ വെള്ളത്തിലിറങ്ങി. പീലിപ്പോസ് ശമനെ സ്നാനപ്പെടുത്തി. ആമൻ പീലിപ്പോസിനെ ദൈവം എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ആമിഷ് ശമൻ കരകയറി തുള്ളിച്ചാടി ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി.
അത് ദൈവത്തിന്റെ ഉദാസീനത ചെയ്യരുത്, എല്ലാം പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ടാണ് യേശു സക്കായിയോട് പറഞ്ഞത്, നീ വേഗം ഇറങ്ങി വാ. അല്ലെങ്കിൽ താമസമില്ലെന്ന്, എനിക്ക് അതിശീഘ്രമാ, പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിൽ വരണം. പ്രൈസോ. അത് സ്നേഹിത, യേശു പറയുക, നിന്റെ വീട്ടിലേക്ക് വരാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നേക, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നീ അവസരം ഒരുക്കി കൊടുക്കുക. നിന്റെ ഭവനത്തെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയ്ക്കും വേണ്ടിയിട്ട് രക്ഷയുടെ അനുഭവത്തിനായി യേശുവിന് വേണ്ടി നീ അവസരം ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകത്തെ നീ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നീ ഒരുവാൻ തിടുക്കമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ലോകസംഭവങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തുന്നു. 10 കന്യകമാരിൽ 5 പേര് എണ്ണയുള്ളവരും 5 പേർ വിളക്കിൽ എണ്ണയില്ലാത്തവരും. ഹല്ലേലൂയ. മണവാളൻ വന്നപ്പോൾ 5 പേർ വിളക്ക് തെളിയിച്ചു, എന്നാൽ വിളക്കിൽ എണ്ണയില്ലാത്തവർ തള്ളപ്പെട്ടു പോയി. അതേ കർത്താവിന് വേണ്ടി ഒരുക്കത്തോടെ നമ്മുടെ യേശു വരാൻ സമയമായി. ഏത് സമയത്തും കാഹളം ധ്വനിക്ക് ശ്രോതാവേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. പാപസ്വഭാവങ്ങളെ മാറ്റിവെക്കുക. ഇനി കാലതാമസം വെക്കണ്ട, അത് ഉദാസീനതയെ മാറ്റിവെക്കണ്ട. ആമീൻ. പെട്ടെന്ന് നിർത്തിക്കോ. ചിലരോട് പറയും, സഹോദരൻ നീ പുകവലിക്കരുത്, ആമീൻ, നീ മൂർഖനെന്ന്. അല്ല പാസ്സേ, അത് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. കുറേശ്ശെ ചെറു മദ്യപാനം നിർത്ത സഹോദരി, അത് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് രോഗം, അവൻ്റെ കൈ വിറയ്ക്കും, എനിക്ക് സംസാരിക്കാൻ പറ്റാതെ വരും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, അതൊക്കെ നീ ഉദാസീനതയോടെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതൊക്കെ നീ ദൈവത്തോട് കാണിക്കുന്ന ഒരു വല്ലാത്ത മനോഭാവമാണ്. അതേ മദ്യം നിർത്തുവാൻ ദിവസങ്ങളൊന്നും വേണ്ട, ഒറ്റ സെക്കൻഡ് മതി. വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, ലഹരി വേണ്ട, പുകവലി വേണ്ട, മുറുക്ക് വേണ്ട, വലിയ വെറ്റിലപ്പാ മുറുക്ക് വേണ്ട എന്ന് നീ തീരുമാനിച്ച് ആ സമയത്ത് നിനക്കതിൽ മോചനമാണ്. ഹല്ലേലൂയ. അതെന്ന് യേശുവിലേക്ക് തീരുമാനമെടുക്കുന്നതിൽ നീ ധൃതിയുള്ളവനായിരിക്കണം. സക്കായിയുടെ തീരുമാനം എത്ര ശ്രേഷ്ഠമാ. അവൻ കാട്ടത്തിമിൽ കയറിയപ്പോൾ ബന്ധപ്പെട്ട് കയറെങ്കിൽ അതേ സ്പീഡിൽ അവൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സോദരൻ, ഈ പണ്ടൊക്കെ ഞങ്ങൾക്ക് കവുങ്ങ് കയറാൻ പോയിട്ടുണ്ട്. കവുങ്ങ് കയറാൻ പോകുന്ന സമയത്ത് കവുങ്ങിലേക്ക് സ്പീഡിൽ കയറിപ്പോകും. ഹല്ലേലൂയ. മോളിൽ ചെന്ന് കവുങ്ങിൽ ഇടയ്ക്കൊക്കെ പറിച്ച് ഒറ്റ പോരല്ല ഇങ്ങോട്ട് താഴോട്ട് നിലത്ത് വന്നാണ് നിൽക്കുന്നത്. എന്നൂടൊക്കെ എങ്ങനെ കയറിപ്പോയി അതേക്കും നമ്മൾ സ്പീഡിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ സക്കായി നീ വേഗം ഇറങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. ജീവിത അനുഭവങ്ങളൊക്കെ ചേർത്ത് കൂട്ടിച്ചാലിച്ചെടുത്ത ഞാൻ ദൈവത്തിന് പലപ്പോഴും പറയാം. കാരണം എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നെ രക്ഷിച്ചൊരു നാഥനുണ്ട്, എന്നെ ചേർത്ത് പിടിച്ചൊരു നാഥനുണ്ട്, എനിക്ക് രക്ഷ തന്നൊരു ദൈവമുണ്ട്, എനിക്ക് സമാധാനം തന്നൊരു ദൈവമുണ്ട്, ആശ്വാസം തന്നൊരു ദൈവമുണ്ട്, നിത്യജീവനെ തന്നൊരു ദൈവമുണ്ട്, നിത്യസന്തോഷം ദൈവമുണ്ട്, മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തി എൻ്റെ അരുപാതൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, അതിഥികമായി വന്നപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുളെല്ലാം മാറിപ്പോയി. അത് നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാവേ, യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നീ ഏത് ജാതിയാണെന്ന് നീ നോക്കണ്ട, ഏത് മതത്തിനാണ് നോക്കണ്ട, എൻ്റെ നിറവും സൗന്ദര്യമൊന്നും നീ നോക്കണ്ട. യേശുവിനെ വേണ്ടിയിട്ട് നിന്റെ ഹൃദയം കൊടുത്താൽ അവൻ നിന്റെ സാഗീര കഷ്ടതയും മാറ്റും. കഷ്ടകാലത്തവൻ്റെ അഭയസ്ഥാനമാണ്. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം. നഷ്ടപ്പെട്ടു പോയ നന്മകളെ മടക്കിത്തരും, നഷ്ടപ്പെട്ടു പോയ ജോലിയെ മടക്കിത്തരും. ആമേൻ. നീ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവം തരും. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം തരും. കടബാധ്യത മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക, ദൈവം തരും. നിന്റെ മക്കൾ ഭാവിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ദൈവം തരും. നമുക്കറിയാം +2 കഴിയാമേ എല്ലാ കുഞ്ഞുങ്ങളും 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പ്രവേശനത്തിൽ കാത്തിരിക്കുന്നവരാ. നീ നിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു പ്രവേശനമാണ്, ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്. യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അതിനകത്തും അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അപ്പൊ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മനുഷ്യനെല്ലാം അസാധ്യമാണ്, എന്നാൽ നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32:27 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്ന എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. അത് സകല ജഡത്തിന്റെ ദൈവമായ യഹോവ സക്കായിയുടെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തെ പഴയ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതി. ഹല്ലേലൂയ. ആ പഴയ സക്കായിയുടെ വീട്ടിൽ ചരിത്രത്തെ എന്ത് ചെയ്തു? ദൈവം ഒന്ന് മാറ്റി എഴുതി. അത് നിന്റെ ഭവനത്തിന്റെ ചരിത്രത്തെ മാറ്റുവാൻ ഹല്ലേലൂയ യേശുവിനെ കഴിയും. കാലങ്ങളായി ദേശത്തിലെ ശക്തികൾ നിന്റെ കുടുംബത്തിനകത്ത് താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്.
നീ ഉയരരുത്, നീ വളർച്ച പ്രാപിക്കരുത്, തലമുറ അനുഗ്രഹിക്കപ്പെടരുത്, നീ സ്വസ്ഥമായി ജീവിക്കരുത്, നല്ല കുടുംബജീവിതം നയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിശാചിതിന്റെ തകർത്തുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചതിനകത്ത് അങ്കമാലിൽ അമ്പുഴിക പാലത്ത് നിന്ന് ആ കുഞ്ഞിനെ വെള്ളത്തിലെറിഞ്ഞ് കളഞ്ഞ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഭാഗത്ത് പോലീസ് മൊഴിയെടുത്തപ്പോൾ ആ സഹോദരി ചോദിച്ചു, എന്തിനാണ് നിന്റെ കുഞ്ഞിനെ നീ വെള്ളത്തിലേക്ക് നദിയിലേക്ക് എറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഈ കുഞ്ഞിനെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. കണ്ടോ, ആ സ്ത്രീയുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് എത്ര വലുതാണ്. ആ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ പിറന്ന ആ കുഞ്ഞിനെ ആമി പൊന്നുപോലെ പോറ്റി വളർത്തിൻ്റെ സ്ഥാനത്ത് ആമി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വിഷമം കാണാൻ, സങ്കടം കാണാൻ, ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കണ്ട് ഇവിടെ ഉള്ളിൽ ദുരാത്മാവ് കയറിയിട്ട് ആ കുഞ്ഞ് മരിച്ചാൽ ആമി ഭർത്താവിൻ്റെ പോനൊക്കെ ദുഃഖിക്കുന്നുള്ള ദുഷ്ട ചിന്താഗതി ആ സ്ത്രീയുടെ ഉള്ളിൽ കയറിയില്ലേ. അത് അങ്ങനെയുള്ള ചിന്തകൾ നിന്റെ ഉള്ളിൽ വരരുത് കേട്ടോ. ആമി മറ്റുള്ളവൻ്റെ ഭവനം ദുഃഖിക്കുന്നത് കാണുവാൻ, മറ്റുള്ള ഭവനം വേദനിക്കുന്നത് കാണുവാൻ, മറ്റുള്ള ഭവനം സങ്കടത്തിൽ പെടുന്നത് കാണുവാൻ നീ ആഗ്രഹിക്കരുത്. അല്ലേരി അത് നിനക്ക് നാശമായി മാറും. നീ ജീവിതത്തിലേക്ക് മടങ്ങി കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്ക്. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അല്ലെങ്കിൽ നിന്റെ വലം കൈ പിടിച്ചുകൊണ്ട് കർത്താവ് നിന്നെ മുന്നോട്ട് നയിക്കുക. കർത്താവ് നിന്റെ വലം കൈ പിടിക്കുക. നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കും ദൈവം. യേശുവിനോട് ഏപ്പം ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവൻ നിന്നെ നരയ്ക്കുവോളം ചുമക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്നേഹം തരുന്നവരാണ്, രക്തം ചെയ്യും. അവിടെ ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വളരെ ജാഗ്രതയോടെ ഈ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ കടമയാ സോദോം ഗോമോറയിൽ നിന്നും വെളിയിലേക്ക് വരുന്നതിന് നാമെ താമസിച്ചുകൊണ്ടിരുന്ന ലോകത്തിന്റെ കയ്യെ പിടിച്ച് ദൈവദൂതൻ വേഗം വെളിയിൽ കൊണ്ടുവന്നു, ധൃതിപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സോദോം ഗോമോറ വിട്ടുപോകാൻ വേണ്ടിയിട്ട് ലോകത്തിനോടും കുടുംബത്തോടും ദൈവദൂതൻ പറഞ്ഞപ്പോൾ അതിന് താമസം. ഹല്ലേലൂയ. സോദോം ഗോമോറ വിട്ട് ഭവനത്ത് പുറത്തു വരും. പക്ഷെ ദൂതൻ എന്ത് ചെയ്തു? ലോകത്തിന്റെ മക്കളെ കൈക്ക് പിടിച്ച് വേഗം ഇറങ്ങി ഓടിപ്പോയിക്കും, ഇവിടെ എങ്ങും നിൽക്കരുത്. ഹല്ലേലൂയ. അവരെ കൈക്ക് പിടിച്ചിറക്കി. അത് ഇന്ന് പകൽ കർത്താവ് സക്കായിയുടെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുന്നത്. കർത്താവിന് വേണ്ടി എല്ലാം ദ്രുതഗതി ചെയ്യണം, കാലതാമസം വെക്കരുത്. നീ എത്രയും പെട്ടെന്ന് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങണം. കാലതാമസം വെക്കരുത്. നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, അടുത്ത ദിവസം ചെയ്യാം എന്ന് നീ കർത്താവിന്റെ വേലയ്ക്ക് ഉദാസീനയുടെ മനസ്സ് വെക്കരുത്. അത് നീ പെട്ടെന്ന് ചെയ്യണം. അല്ലെ ലോകം മുഴുവൻ അധർമ്മത്തിൽ വീണു, പാപത്തിൽ വീണു, തീവ്രവാദം പെരുകി, ഭീകരവാദങ്ങൾ വർഗീയത പെരുകി, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും പാരമ്പര്യം തമ്മിലടിച്ച് രക്തപ്പുഴയായി മാറി കേരളം, ഭാരതം ഓരോ ദിവസവും രക്തത്തിന്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അധർമ്മത്തിലേക്കും അധാർമ്മിലേക്കും സോദോം ഗോമോറയെ പോലെ നമ്മുടെ കേരളം മാറിക്കൊണ്ട് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആമീൻ പെട്ടെന്ന് അതിൽ നിന്നൊരു കൂട്ടം ജനത്തെ വിടിവിക്കാൻ വേണ്ടി നീ സുവിശേഷമായി ദ്രുതഗതിയിൽ നീ സുവിശേഷമായി രംഗത്ത് വരണം. അതേ സക്കായിയുടെ ജീവിതത്തിന്റെ മാതൃകയെ നീ പകർത്തി എഴുതണം, രക്തം ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ സോദോം ഗോമോറയെ ആമീൻ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ലോകത്തിന് മക്കളെ കൈക്ക് പിടിച്ചിറക്കി. ആമീൻ വേഗം ഓടിപ്പോയി, ഇവിടെ നിൽക്കരുത്. അത് ലോകമയമായ സോദോം അഗ്നിക്കിരയാകുവാൻ വെച്ചിരിക്കുന്നു. 1000 അണുബോംബുകൾ ഇന്ന് ലോകത്തെ നശിപ്പിക്കാൻ തയ്യാറാണ്. അപ്പൊ ലോകമയമായ സുഖമുള്ള സോദോം ഗോമോറ ദൈവം അഗ്നിക്കിരയാക്കിയതുപോലെ ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ അണുബോംബുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഏത് സമയത്ത് നശിപ്പിക്കാൻ കഴിവുള്ള ആമി ബോംബുകൾ എല്ലാ രാജ്യങ്ങളെ കൈവശമുണ്ട്. അത് ഏത് സമയത്തും നാശം സംഭവിക്കാം, ഏത് സമയത്തും അപകടം സംഭവിക്കാം, മരണം സംഭവിക്കാം. ഏത് സമയത്താണ് നിന്റെ മരണം വരുന്നത് നിനക്കറിയില്ല. സ്വർണ്ണാവി രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധൻ പറയുന്നത് ആമീൻ. യേശു സക്കായിയെ പോലെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അതെന്റെ ഭവനം യേശു വേണ്ടി കൊടുക്കാൻ ഇന്ന് പകൽ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്റെ ഭവനത്തിനകത്ത് ദുർഭൂതങ്ങൾ ആവസിച്ചത്, ദുർമന്ത്രവാദങ്ങൾ ശക്തിയായിരുന്നു. ദേശത്തിന്റെ പോരുകളായ നാഭിജാന മന്ത്രവാദ കൂടോത്ര ശുദ്ധികൾ നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്റെ കുടുംബത്തെ യേശുവിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നെങ്കിൽ ആ ദുർഭൂതങ്ങളെ മുഴുവൻ യേശു പുറത്താക്കിയിട്ട് നിന്റെ ഭവനത്തിനകത്ത് ദൈവിക ദൂതന്മാരുടെ വാസം
അവിടെ ഉണ്ടാവും. നിന്റെ ഭവനത്തെ കാവൽ ചെയ്യുവാൻ ദൈവിക ദൂതന്മാരെ ദൈവം കാവലാളുകളായി അയക്കുമെന്ന് രക്തജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് പറയാം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്ന് പറയുന്ന കർത്താവിന്റെ വരവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യന്മാരുടെ ചോദ്യത്തിൽ യേശു മറുപടി കൊടുത്തുകൊണ്ട് അവസാനം പറയുക, രാജ്യത്തിന്റെ സുവിശേഷം. ഞാൻ ആ ഭാഗത്തേക്ക് വിവരിക്കാൻ സമയമില്ല, സമയം തരുമല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്ലേഖിത, ഒരു വശത്ത് കർത്താവിന് വേണ്ടി ജനം, മറുവശത്ത് സാത്താന് വേണ്ടി ജനം. സാത്താന്യ ആരാധന പെരുകി, സാത്താന്യ കൂട്ടങ്ങൾ പെരുകി. ഓൺലൈനിൽ സാത്താൻ പല ജനത്തെയും വശീകരിച്ചുകൊണ്ട് സാത്താന്യ ആരാധനയ്ക്ക് കൂട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കേരളത്തിന്റെ എല്ലാ സംസ്ഥാന സാത്താന്യ ഗ്രൂപ്പുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അനവധി ആളുകൾ ലോകമയമായ ലോകസുഖങ്ങൾക്ക് വഴുതി വീട് സാത്താന്റെ അടിമകളായി മാറി. അതെ, സാത്താന്റെ അടിമകളായി മാറിയാൽ നിന്റെ അവസാനം നരകം തന്നെ. എന്നാൽ നീ സാത്താന്റെ അടിമത്ത്, സാത്താന്റെ ആരാധന വിട്ട് നീ ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് സക്കായിയുടെ ഭവനം യേശു കൊടുത്തുപോലെ നിന്റെ ഭവനം യേശു കൊടുക്കുന്നെങ്കിൽ നിനക്ക് നിത്യതയെ ചെല്ലാൻ കേട്ടോ. സാത്താൻ അല്ല ദൈവം. ആമേ. സൃഷ്ടാവായി ദൈവം യേശു ക്രിസ്തുവാണ്. യേശു മാത്രമാണ് ദൈവം. അതുകൊണ്ട് സാത്താനെ ആരാധിക്കുന്നവരോട് പറയട്ടെ, നിന്റെ അവസാനം നരകമാണ്. സാത്താനെ ആരാധിക്കുന്ന, സാത്താനെ സേവിക്കുന്ന, സാത്താന്റെ ശക്തിയുടെ പിന്നാലെ പോകുന്ന ശ്രോതാവേ, നിനക്ക് മടങ്ങി വരുവാൻ ദൈവം ഇന്നൊരു പ്രഭാതം തന്നിരിക്കുകയാണ്. യേശു പറയുക, സക്കായി വേഗം ഇറങ്ങി വരാൻ പറഞ്ഞതുപോലെ യേശു നിന്നോട് പറയാം, നീ വേഗം വന്ന് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്ക്, കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുക, നിന്റെ മക്കളെ ഏൽപ്പിക്കുക, നിന്റെ ഭവനത്തെ ഏൽപ്പിക്കുക. അതെ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ രക്ഷകർ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകളടച്ചാട്ട് യേശു എന്താണ് പറഞ്ഞ, സക്കായി വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഒരു അതിഥിയായി യേശുവിന്റെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുക. ഭവനം കൊടുക്കാൻ തയ്യാറാണോ? നിന്നെ കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ ഹൃദയം കൊടുക്കാൻ തയ്യാറാണോ? എങ്കിൽ യേശു കൊടുക്കുന്നതിന്റെ എല്ലാ കഷ്ടമാണ്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി ദൈവത്തെ ഒരു അതിഥികമായി സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു ചെന്നതുപോലെ അമ്മയുടെ കേരളത്തിലുള്ള, ഭാരതത്തിലുള്ള, ലോകരാജ്യത്തിലുള്ള എല്ലാ ജനത്തിന്റെ ഹൃദയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും യേശു ഒരു അതിഥിയായി ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അമ്മ തുരുക്കത്തോടുകൂടി എല്ലാം യേശുവിനെ സ്വീകരിപ്പാൻ ജനത്തെ ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വൃദ്ധരചന യാചകർ, ഓർഫന്റെ ചോളം തടവറയിലായിരിക്കും ജനത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസ്ഥാന തൊഴിലാളികൾ, കർത്താവേ, ഇന്ത്യയിലെ 143 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾ, ലോക 800 കോടി ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കാലവർഷങ്ങളുടെ തുടങ്ങി കഴിഞ്ഞ വർഷത്തിൽ ഉൾപ്പെട്ടവരോ വ്യാപാരികളോ നാശനഷ്ടങ്ങളോ ഒന്നുമില്ലാതെ കേരളത്തിലെ 14 ജില്ലകളിൽ സൂക്ഷിക്കണമേ. കർത്താവിന്റെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ കാലാമി കർത്താൻ സ്കൂൾ പ്രവേശന കാല ദിവസങ്ങളൊക്കെ ആയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താൻ സൂക്ഷിക്കണമേ. സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ, അവരെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ സൂക്ഷിക്കണം. അവരെ പേരൻസിനെ സഹായിക്കണമേ. അവരുടെ പഠനോപകരണങ്ങൾ അടക്കം എല്ലാ സാധനങ്ങളും എത്രയും പെട്ടെന്ന് ലഭ്യമാകുവാൻ ഫീസ് കിടക്കിന്റെ പാദത്തെ കൊണ്ട് അവർക്ക് ഒരു വഴി തുറക്കണമേ. ആമേ. കർത്താവ്, സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ലഹരിക്ക് അടിമയായി തീരാ സ്ഫോടത്തോടെ വാഹനം ഓടിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കി തിരിച്ച് ഭവനത്തിൽ എത്തിക്കുവോളം ദൈവം സൂക്ഷിക്കാനായി പ്രാർത്ഥിക്കുന്നു. ആമേ. കുട്ടികളെ നശിപ്പിക്കുന്ന, പാപത്തിലേക്ക് വയ്ക്കുന്ന സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയമായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദ്യരോഗികളെ, മയക്കുമരുന്ന് രോഗികളെയും സ്കൂൾ പിടിഎ കമ്മിറ്റി, ജനം, പൗരസമിതിയായി ചേർന്നുകൊണ്ട് അധികാരികളടക്കം അവരെ ഒന്നിച്ച് പിടിച്ച് നിയമത്തിന് മാത്രം ശിക്ഷിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ താവിലേക്ക് നയിപ്പാട്ടേക്കാണെന്ന് കുഞ്ഞുങ്ങളെല്ലാം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ത്യ രാജ്യത്തിൽ പ്രാർത്ഥിക്കുന്നു. സമാധാനം രാജ്യത്ത് വരട്ടെ. തീവ്രവാദങ്ങൾ, ഭീകരവാദം, വർഗീയത മാറി പരസ്പര സമാധാനവും സ്നേഹത്തും മനുഷ്യനെ കാണുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ ഭാരതത്തിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭാരത സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിർത്തികൾ താമസിക്കുന്ന ജനത്തിന്റെ സംരക്ഷണം, അധികാരികളുടെ സംരക്ഷണം ഞങ്ങളുടെ കരസേന വ്യോമസേന അദ്ദേഹത്തിൽ കാക്കുന്ന സൈന്യത്തിനായി എല്ലാ ഭരണ സംവിധാനങ്ങളെ ഓർക്കുകയാണ്. കർത്താവേ, സ്തോത്രം. എല്ലാ ലോക രാജ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവൻ നശിപ്പിക്കത്തക്ക അണുബോംബുകൾ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഇന്ന് കർത്താവ് യേശു സക്കായിയെ സ്നേഹിച്ചതുപോലെ ഈ ജനത്തെ സ്നേഹിപ്പാൻ യേശു ഉണ്ടെന്ന് ജനം തിരിച്ചറിഞ്ഞ് മടങ്ങി വരട്ടെ. സകല പാപസവും വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭരണപക്ഷ പാർട്ടികൾ, സാംസ്കാരിക മാധ്യമ മീഡിയ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ എല്ലാവരും മനസ്സാൻ കടലവരെ തീരദേശവാസികളെ, മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്ന കരികളും കമ്പിന്റെ ഫാക്ടറി ചോരി
ചെയ്യുന്നവർ, വലുത് ചെറുതും എല്ലാ വ്യാപാരി വ്യവസായികളെ, വഴിയോര കച്ചവടക്കാര്, ക്ഷീരമേഖല കാർഷിക മേഖലയിരിക്കുന്നവർ, സഹകരണ മേഖലയിൽ ബാങ്കിന്റെ വിദ്യാഭ്യാസ മേഖലയിരിക്കുന്നവർ, കർഷക മെക്കാൻ മോട്ടോർ രംഗത്ത് പാടത്തും പറമ്പിലും കൂടിയിൽ കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന ഇടിയോട് മല്ലടിക്കൽ ചോര വീർപ്പ് കഷ്ടം സഹിക്കുന്നവരെ മദ്യരൂപികൾക്ക് മയക്കുരൂപികൾക്ക് മനസ്സാന്ന് കൊടുക്കണമേ. അല്ലൊരു കർത്താവ് ഈ ഭൂമി നിറക്കുന്ന എല്ലാ ഉണ്ടായിസ്ഥ എല്ലാ പൊട്ടസങ്ങളെ ദൈവം സന്ദർശിക്കണമേ. എല്ലാ കൊള്ളപ്പലിശക്കാരെ സന്ദർശിപ്പാൻ ജനത്തെ നശിപ്പിക്കുന്ന പാപസ്വരത്തെ വിടിപ്പിക്കണമേ. കർത്താവ് എല്ലാ മദ്യപാനികൾക്കും മനസ്സ് എല്ലാ കുടുംബങ്ങളും സമാധാനം ഉണ്ടാകട്ടെ. അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സഹായിയുടെ ഭവനം യേശുവിന് കൊടുത്തതുപോലെ സകല കുടുംബങ്ങളും ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകല മുഖത്ത് എടുക്കണമേ. വിദേശ രാജ്യത്തിൽ കഷ്ടം സഹിക്കുന്നവർ കർത്താവിനെ അനുസരിച്ച് കർത്താവ് ദൈവദാസമാണ്. അവരുടെ കുടുംബങ്ങളെല്ലാം കർത്താവ് സൂക്ഷിക്കാനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മുഖത്ത് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.